കഷണ്ടിയിൽ മുടി വളരാൻ പുതിയ മരുന്ന് കണ്ടുപിടിച്ചു. ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം കഷണ്ടിയായുള്ള ഏതൊരാളുടെയും സ്വപ്നമാണ് കുറച്ച് മുടി വന്ന് കുറച്ചു കാലമെങ്കിലും ജീവിക്കണം എന്നുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസുകളായി നമ്മൾ കാണുന്നു. ഈ കഷണ്ടിയായുള്ള ആളുകളെല്ലാം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം പരീക്ഷിച്ച് ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് അവർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെലക്ട് ചെയ്യുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ സംഭവം പ്രൂവ്ഡാണ്. നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. നമ്മുടെ ഡോണർ ഏരിയ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, നമുക്ക് ചെയ്യുന്ന ഡോക്ടർ നല്ല സ്കിൽഡ് ആയുള്ള ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. അത് നമുക്കെല്ലാം അറിയുന്നതാണ്. പക്ഷേ ഇത്തരം ന്യൂസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനു മുമ്പും ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ചൈനയിൽ കണ്ടുപിടിച്ചു, ജപ്പാനിൽ കണ്ടുപിടിച്ചു, ഇന്ത്യയിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് ഈ സംഭവത്തെ പറ്റിയൊന്നും ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ ന്യൂസുകളിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുടി വരൂ. അതായത് നമ്മുടെ സ്കാൽപ്പിൽ മുടിയുടെ റൂട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ മരുന്ന് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. റൂട്ട് ഇല്ലാത്ത സ്ഥലത്ത് ഈ മരുന്ന് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ, വിത്തുള്ള സ്ഥലത്ത് മാത്രമേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി മുളയ്ക്കും. വിത്തില്ലാത്ത സ്ഥലത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി മുളയ്ക്കില്ലല്ലോ. അതിപ്പോൾ നിലവിലുള്ള DHD ബ്ലോക്കേഴ്സും മറ്റ് ഹെയർ സെറംസുകളൊക്കെ അങ്ങനെ തന്നെയാണ്. റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുടി വരൂ. പക്ഷേ നമുക്ക് വേണ്ടത് റൂട്ട് ഇല്ലാത്ത സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി വേണം. കാരണം ഒരു കഷണ്ടിയായുള്ള ഒരാൾക്ക് ഓൾമോസ്റ്റ് അവരുടെ ഗ്രാഫ്റ്റുകളും റൂട്ടുകളും എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നശിച്ചു പോയ ഒരാളുടെ തലയിൽ ഈ മരുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടണം, മുടി വരണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഷണ്ടിയായുള്ള ആൾക്ക് പ്രയോജനപ്പെടും. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പക്ഷെ അതെല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ പുതിയ മരുന്നുകളെല്ലാം കണ്ടുപിടിക്കട്ടെ, അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ. താങ്ക് യു.